ഹായ് ലേണേഴ്സ്, എല്ലാവർക്കും i+ ട്രെയിനിങ് സൊല്യൂഷൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ISRO ടെക്നിക്കൽ അസിസ്റ്റൻ്റ് മെക്കാനിക്കൽ എക്സാമിന് മാത്തമാറ്റിക്സ് മൊഡ്യൂളിൽ നിന്ന് ചോദിച്ച പ്രീവിയസ് ഇയറുകളിലായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനകത്തൊരു 5ഓളം ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ആറാമത്തെ ക്വസ്റ്റ്യൻ്റെ അതിൻ്റെ അപ്രോച്ച് എങ്ങനെയാണ് ആ ഒരു ക്വസ്റ്റ്യനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ള കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ എന്തിലേക്ക് പോവുകയാണ്? സൊല്യൂഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്തോ കണ്ടുപിടിക്കേണ്ട? ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആ ഇക്വേഷൻ എന്ത് കണ്ടുപിടിക്കണം? ആ സർക്കിളിന് എന്താ കണ്ടുപിടിക്കണം? സെൻറ്ററും റേഡിയസും എത്രയാണെന്ന് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ 2x² + 2y² - x = 0 എന്നുള്ളതാണ് ഇക്വേഷൻ തന്നേക്കുന്നത്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യുക, അവിടെ 2x² - x ഞാൻ ഒരുമിച്ച് എഴുതി +y² = 0. അപ്പോൾ എക്സിൻ്റെ ടേംസുകളെല്ലാം ഒരു ടേമിലും വൈയുടെ ടേമുകളെല്ലാം സെപ്പറേറ്റ് ആയിട്ട് മാറ്റി എഴുതി. ഓക്കെ, അപ്പോൾ ഇവിടെ 2y² അല്ലേ? 2y². ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേമിൽ ഞാനൊരു കാര്യം ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നെല്ലാം ഞാൻ 2 അങ്ങ് കോമൺ എടുക്കും. അപ്പോൾ 2 അങ്ങ് കോമൺ എടുക്കുമ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? x² - x-നകത്ത് 2 അവിടെ കോമൺ എടുക്കാനായിട്ടില്ല. അപ്പോൾ അവിടെ നമുക്ക് -1/2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 2x + 2y² 2 വെളി വരുമ്പോൾ എന്തായിട്ട് മാറും? y² = 0 ആയിട്ട് മാറുമല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സിൻ്റെ കോഷ്യൻ്റ് വന്നേക്കുന്നത് -1/2 ആണ്. അപ്പോൾ ആ ടേമിനെ നമുക്ക് കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ, നമ്മൾ സ്ക്വയർ കംപ്ലീഷൻ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സ്ക്വയർ കംപ്ലീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 അങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ 2 അങ്ങ് ക്യാൻസൽ ആയി പോയിക്കോളും. ബാക്കിയുള്ള ടേമിനെ നമുക്ക് എന്ത് ചെയ്യാം? സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാം. എക്സിൻ്റെ കോഷ്യൻ്റ് -1/2 ആണ്. അപ്പോൾ ആ -1/2ൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 1/4. ഓക്കെ, അപ്പോൾ ആ 1/4ൻ്റെ സ്ക്വയർ എന്ത് ചെയ്യണം? LHSലും RHSലും നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ അതിവിടെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ x² - 1/2x + 1/2ൻ്റെ ഹാഫ് 1/4. 1/4ൻ്റെ സ്ക്വയർ എന്ത് ചെയ്തു? ഇവിടെ നമ്മൾ ആഡ് ചെയ്തു. 1/4ൻ്റെ സ്ക്വയർ ഇവിടെ ആഡ് ചെയ്തു. പ്ലസ് y² നമുക്ക് y - 0² എന്ന് എഴുതാം. = ഇവിടെ ആഡ് ചെയ്ത 1/4² ഇക്വേഷന് വ്യത്യാസം വരാതിരിക്കാൻ എന്ത് ചെയ്യണം? ഇവിടെയും എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഫോമിലേക്ക് നമുക്ക് ആ ഇക്വേഷനെ റീറൈറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ എന്തുവാ? x² - 1/2x + 1/4² എന്ന് വെച്ച് കഴിഞ്ഞാൽ x - 1/4² ആണ്. x - 1/4² പ്ലസ് y - 0² = r². r മീൻസ് 1/4². ഓക്കെ, അപ്പോൾ ആ തന്നിരിക്കുന്ന നമ്മുടെ ജനറൽ ഫോമിലേക്ക്, ഈ തന്നിരിക്കുന്ന ജനറൽ ഫോമിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ആ ഇക്വേഷനെ മാറ്റി എഴുതാനായിട്ട് പറ്റി. അപ്പോൾ x - 1/4² പ്ലസ് y - 0² = r². അപ്പോൾ ആ ജനറൽ ഫോമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എച്ചിൻ്റെ വാല്യൂ എത്ര വന്നേക്കുന്നത്? എച്ചിൻ്റെ വാല്യൂ 1/4ഉം വൈയുടെ വാല്യൂ കെയുടെ വാല്യൂ 0യും. അപ്പോൾ പിന്നെ സെൻറ്റർ എത്ര ആയിരിക്കും? 1/4 0 ആയിരിക്കും. അതിന് എന്തെന്ന് പറയുന്നത്? സെൻറ്റർ എന്ന് പറയുന്നത്. ഇനി 1/4² അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന r² ആണെങ്കിൽ r ആണ് അവിടുത്തെ എന്ത്? റേഡിയസ്. ഓക്കെ, 6 ആയിരിക്കും റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ r-ൻ്റെ വാല്യൂ എത്ര ആയിരിക്കും? 1/4 ആയിരിക്കും. അതിൻ്റെ എന്തെന്ന് പറയുന്നത്? അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഓപ്ഷനുമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതാ കറക്റ്റ് എന്ന് കിട്ടും? ഓപ്ഷൻ ബി ആയിരിക്കും എന്തെന്ന് പറയുന്നത് കറക്റ്റ്. അതായത് സെൻറ്റർ 1/4 0യും റേഡിയസ് എത്ര ആയിരിക്കും? 1/4 യൂണിറ്റും ആയിരിക്കും ഈ തന്നിരിക്കുന്ന സർക്കിളിൻ്റെ സെൻറ്റർ ആൻഡ് റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർക്കേണ്ടുന്ന കാര്യം, ഒരു സർക്കിളിൻ്റെ ജനറൽ ഫോം എന്തുവാ? x - h² + y - k² = r². സെൻറ്റർ HKയും റേഡിയസ് 6 യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ സർക്കിളിൻ്റെ ഇക്വേഷൻ x - h² + y - k² = r². ഹയർ സെക്കൻഡറി +2 ലെവലിൽ നമുക്ക് കോണിക് സെക്ഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ എല്ലാ റിസൾട്ടുകളും നമുക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുന്നതിനോടൊപ്പം ഈ ഒരു കോണിക് സെക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു ടെക്സ്റ്റ് റെഫർ ചെയ്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ റിസൾട്ട്, പരാബോള, എലിപ്സ്, ഹൈപ്പർബോള, അങ്ങനെയുള്ള ഒരുപാട് കോണിക്സും അതിൻ്റെ ഇക്വേഷൻസും നമുക്ക് നമ്മളെ സിലബസിനകത്തുണ്ട്. അപ്പോൾ ആ തന്നിരിക്കുന്ന ടോപ്പിക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ നോക്കണം? പഠിച്ചു വെക്കാനായിട്ട് നോക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് അപ്പോൾ ഈ കോണിക് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ എന്തെന്ന് കിട്ടി? 1/4 0യും റേഡിയസ് 1/4 യൂണിറ്റും. ഓക്കെ, അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? x/x + 2 × x - 3യെ നമുക്ക് ഈ തന്നിരിക്കുന്ന ഏത് ഫോമിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? റീറൈറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ, മെത്തേഡ് ഓഫ് പാർഷ്യൽ
പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് പറയുന്ന പാർഷ്യൽ ഫ്രാക്ഷൻ ഡീകമ്പോസിഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു റിസൾട്ടിൻ്റെ ആപ്ലിക്കേഷനായിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അതായത് x/x+2 × x-3യെ ഈ തന്നിരിക്കുന്ന 4 ഫോമിൽ ഏത് ഫോമിലേക്കാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, റീറൈറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇത് മാത്രം, ഈ തന്നിരിക്കുന്ന ജനറൽ ഫോം മാത്രം, ഇതിൻ്റെ ഫോം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പാർഷ്യൽ ഫ്രാക്ഷൻ ഡീകമ്പോസിഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ഫോംസ് ഉണ്ട്. അപ്പോൾ എല്ലാം ഞാനിവിടെ പറയുന്നില്ല. നമുക്ക് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ഫോം മാത്രം ഞാൻ പറയുക. px+q ഡിവൈഡ് ബൈ x - a × x - b ഈ ഫോമിലാണ് നമുക്ക് നമ്മുടെ റാഷണൽ ഫംഗ്ഷൻ വരുന്നത് എങ്കിൽ, ഇതിനെ നമുക്ക് ഏത് രീതിക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ ഡീകമ്പോസിഷൻ ചെയ്യാം? a/x - a പ്ലസ് b/x - b എന്ന് പറയുന്ന ഫോമിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും? പാർഷ്യൽ ഫ്രാക്ഷൻ ഡീകമ്പോസിഷൻ ചെയ്ത് എയുടെയും ബിയുടെയും വാല്യൂ എത്രയാണെന്ന് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് അവിടെ ഓർക്കേണ്ട കാര്യം. ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യന് നമുക്ക് അപ്ലൈ ചെയ്യേണ്ട പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫോമാണ് ഏതെന്ന് പറയുന്നത് px+q ഡിവൈഡ് ബൈ x - a × x - b ഫോമിലാണ് വരുന്നത് എങ്കിൽ a/x - a പ്ലസ് b/x - b. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് x/x+2 × x-3 എന്നല്ലേ വന്നേക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ തന്നിരിക്കുന്ന ഫോമിലേക്ക് മാറ്റാം? a/x+2 പ്ലസ് b/x - 3 എന്ന് പറഞ്ഞ ഫോമിലേക്ക് റീറൈറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഡിവൈഡ് ചെയ്തേക്കുന്നത് അപ്പുറത്ത് പോയി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x = നമുക്ക് എന്തായിട്ട് മാറി? x = ഇതങ്ങ് അപ്പുറത്ത് പോയി, ഈ തന്നിരിക്കുന്ന ഡിനോമിനേറ്റർ അങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ ആ x+2ഉം ഇവിടുത്തെ x+2ഉം തമ്മിൽ ക്യാൻസൽ ആവും. അപ്പോൾ എന്തെന്ന് കിട്ടും? a × x - 3 പ്ലസ് ഇവിടെ ഇതങ്ങ് അവിടെ ചെന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x - 3 ക്യാൻസൽ ആവും. അപ്പോൾ b × x+2 ഈ ഫോമിലേക്ക് ഇത് മാറുമല്ലോ ഇക്വേഷൻ. അതായത് നമുക്ക് എന്തെന്ന് കിട്ടി? എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ax - 3a പ്ലസ് bx പ്ലസ് 2b എന്ന് കിട്ടും. ഇവിടെ എക്സുകൾ കോമൺ എടുക്കുമ്പോൾ എക്സ് അപ്പോൺ എന്തെന്ന് കിട്ടും? എക്സ് കോമൺ എടുക്കുമ്പോൾ x × a+b എന്ന് കിട്ടും. കോൺസ്റ്റന്റ് ടേബിൾ ആരൊക്കെയാ? 2b ഉണ്ട്, -3a ഉണ്ട്. അപ്പോൾ ഈ ഫോമിലേക്ക് അതിനെ മാറ്റാമല്ലോ, 2b - 3a. അപ്പോൾ LHSഉം RHSഉം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എക്സിൻ്റെ കോഷ്യൻ്റ് 1 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സിൻ്റെ കോഷ്യൻ്റ് a+b ആണ്. അപ്പോൾ a+b നമുക്ക് എന്തുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം? 1 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ a+bയുടെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. a+bയുടെ വാല്യൂ എത്ര ആയിരിക്കും? 1 ആയിരിക്കും. അടുത്ത -3a + 2b നമുക്ക് തിരിച്ച് -3a + 2b എന്ന് എഴുതാമല്ലോ. ഇവിടെ ഇതാണ് ഇവിടുത്തെ കോൺസ്റ്റന്റ്. -3a + 2b ആണ് അവിടുത്തെ കോൺസ്റ്റന്റ്. ഇവിടുത്തെ കോൺസ്റ്റന്റ് ആരാ? 0 ആണ്. അപ്പോൾ നമുക്ക് -3a + 2b എന്നുള്ളതിനെ നമുക്ക് എന്തുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം? ഈ സൈഡിലെ കോൺസ്റ്റന്റ് ടൈം ഇവിടെ നമുക്ക് x+0 എന്ന് എഴുതാമല്ലോ ഇതിനെ. അപ്പോൾ ആ 0 ആയിട്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ഈ തന്നിരിക്കുന്ന എയും ബിയെയും നമുക്ക് എന്ത് ചെയ്യണം? ഇതൊരു പേഴ്സോ ലീനിയർ ഇക്വേഷനിലേ വന്നേക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എയുടെയും ബിയുടെയും വാല്യൂ കിട്ടും. ആ എയുടെയും ബിയുടെയും വാല്യൂ ഇവിടെ തിരിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷൻ ഏതാ കറക്റ്റ് എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യുക, ഫസ്റ്റ് ഇക്വേഷനെ ഞാൻ ഈ തന്നിരിക്കുന്ന ഇക്വേഷനെ ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറും? 3a + 3b = 3 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ -3aയും +3aയും ക്യാൻസൽ ആയി പോകും. 3b + 2b 5b = 0 + 3 എന്ന് കിട്ടും. അപ്പോൾ ബിയുടെ വാല്യൂ 3/5 എന്ന് കിട്ടും. ബിയുടെ വാല്യൂ എത്ര കിട്ടി? 3/5 എന്ന് കിട്ടി. ഇനി a + bയുടെ വാല്യൂ 1 ആയതുകൊണ്ട് a + 3/5 എന്നുള്ളത് 1 എന്ന് കിട്ടും. അപ്പോൾ എയുടെ വാല്യൂ 1 - 3/5 = 2/5 എന്ന് കിട്ടും. അത് എയുടെ വാല്യൂ 2/5 എന്നും കിട്ടും, ബിയുടെ വാല്യൂ എത്ര എന്നും കിട്ടും? 3/5 എന്നും കിട്ടും. ഓക്കെ, എയുടെ വാല്യൂ 2/5ഉം ബിയുടെ വാല്യൂ 3/5ഉം. അപ്പോൾ ആ തന്നിരിക്കുന്ന വാല്യൂ നമ്മൾ തിരിച്ച് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഏതൊക്കെയാണ് അവിടെ തന്നേക്കുന്നത്? എയുടെ വാല്യൂ 2/5 ആൻഡ് ബിയുടെ വാല്യൂ 3/5. ഓക്കെ, അപ്പോൾ ഓപ്ഷനുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും പ്ലസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നടുക്ക് വന്നിരിക്കുന്ന സൈൻ പ്ലസ് ആണ്. അപ്പോൾ x+2 സോറി തിരിഞ്ഞല്ലേ, x+2 x - 3 അല്ലേ? അപ്പോൾ വ്യത്യാസമുണ്ട്. ഓക്കെ, x+2ഉം x+2ഉം x - 3. ഓക്കെ, x+2ന്റെ കൂടെ വരുന്ന ടേമിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചേക്കുന്നത്? എ. അപ്പോൾ എയുടെ വാല്യൂ എത്ര എന്നാണ് കിട്ടിയേക്കുന്നത്? 2/3. ഓക്കെ, ഇതാ 2/3 ആൻഡ് x - 3യുടെ കൂടെ വരുന്ന വാല്യൂ ആണ് ബി. അപ്പോൾ 3/5. 3/5 3/5 ഇവിടെ പ്ലസ് ആണ്. 2/5ഉം 3/5ഉം. ഓക്കെ, രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന സൈൻ എന്തുവാ? പ്ലസ്. ഓക്കെ, അപ്പോൾ ഏതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ? ഓപ്ഷൻ ബി ആയിരിക്കും എന്തെന്ന് പറയുന്നത് കറക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ ഡീകമ്പോസിഷൻ ആണ് നമ്മളവിടെ എന്ത് ചെയ്യേണ്ടത്? അപ്ലൈ ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ?
അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ദി ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ് ടു ദി curve y equal to square root of 10 minus 3x at the point where x equal to 3. ഓക്കെ, x equal to 3 എന്ന് പറയുന്ന പോയിന്റിൽ ഈ തന്നിരിക്കുന്ന കർവിൻ്റെ ടാൻജന്റിന്റെ ഇക്വേഷൻ എത്രയാണെന്ന് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഓക്കെ, ടാൻജന്റിന്റെ ഇക്വേഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത നമ്മളെ വീഡിയോയുടെ പാർട്ടിൽ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. അതായത് സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഡെറിവേറ്റീവിന്റെ വാല്യൂവിന്, ഡെറിവേറ്റീവ് അറ്റ് ദാറ്റ് പോയിന്റിന്റെ വാല്യൂവിന് എന്തുമായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ എന്തുവാ തന്നിരിക്കുന്ന ഇക്വേഷൻ y ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 10 മൈനസ് 3x ആണ് നമ്മളെ ഇക്വേഷൻ തന്നിരിക്കുന്നത്. അപ്പോൾ dy ബൈ ഡി എക്സ് എന്നുള്ളത് നമുക്ക് 1/2 റൂട്ട് 10 മൈനസ് 3x ഇൻറ്റു -3 എന്ന് കിട്ടും. അപ്പോൾ അറ്റ് ദി പോയിന്റ് x ഈക്വൽ ടു 3യിലുള്ള സ്ലോപ്പാണ് ടാൻജന്റ് ഇക്വേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അറ്റ് x ഈക്വൽ ടു 3യിലുള്ള സ്ലോപ്പ് എന്ന് പറയുന്നത് dy ബൈ ഡി എക്സ് അറ്റ് x ഈക്വൽ ടു 3 എന്ന് പറയുന്നത് നമുക്ക് എത്ര എന്ന് കിട്ടും? -3/2 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 3 × 3 9. അപ്പോൾ 10 മൈനസ് 9 1 എന്ന് കിട്ടും. അതായത് -3/2 എന്ന് കിട്ടും. അതായത് സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് -3/2 എന്ന് കിട്ടി. ഓക്കെ, അതായത് ആ തന്നിരിക്കുന്ന x ഈക്വൽ ടു 3 എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ വരയ്ക്കുന്ന ടാൻജന്റിന്റെ സ്ലോപ്പ് എത്ര ആയിരിക്കും? -3/2 ആയിരിക്കും. ഓക്കെ, ഇനി ഒരു ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ് x1 y1 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ സ്ലോപ്പ് m ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്തുമായിരിക്കും? y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു x മൈനസ് x1. ഓക്കെ, y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു x മൈനസ് x1. ഇതായിരിക്കും ആ തന്നിരിക്കുന്ന ലൈൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് സ്ലോപ്പും അറിയാം, പാസ് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? എക്സിൻ്റെ വാല്യൂ 3 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 3 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വൈയുടെ വാല്യൂ എത്ര എന്ന് കിട്ടും? 3 × 3 9. 10 മൈനസ് 9 1 എന്ന് കിട്ടും. അത് വൈയുടെ വാല്യൂ എത്ര എന്ന് കിട്ടും? 1 എന്ന് കിട്ടും. അതായത് ഈ പാസ് ചെയ്യുന്ന പോയിന്റ് ആരായിരിക്കും? 3,1 ആയിരിക്കും പാസ് ചെയ്യുന്ന പോയിന്റ്. ആൻഡ് സ്ലോപ്പ് m എന്ന് പറയുന്നത് എത്ര? -3/2. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ലൈൻ്റെ ഇക്വേഷനാണ് നമുക്ക് എന്ത് ചെയ്തേക്കുന്നത്? ചോദിച്ചേക്കുന്നത്. ഏത് ലൈൻ്റെ ഇക്വേഷനാണ്? പാസ് ചെയ്യുന്ന പോയിന്റ് 3,1 എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സ്ലോപ്പ് എത്ര ആയിരിക്കും? m ഈക്വൽ ടു -3/2 ആയിരിക്കും. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ y മൈനസ് 1 ഈക്വൽ ടു സ്ലോപ്പ് -3/2 ഇൻറ്റു x മൈനസ് 3 എന്ന് കിട്ടും. ഈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2y മൈനസ് 2 എന്ന് പറയുന്നത് -3x പ്ലസ് 9 എന്ന് എഴുതാം. ഓക്കെ, ആ 3x ഇപ്പുറത്ത് വരുമ്പോൾ 3x പ്ലസ് 2y, ഈ -2 അങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ 9 + 2 എത്ര എന്ന് കിട്ടും? 11 എന്ന് കിട്ടും. അപ്പോൾ 3x പ്ലസ് 2y ഈക്വൽ ടു എത്ര? 11. ഇതായിരിക്കും എന്തെന്ന് പറയുന്നത്? ആ തന്നിരിക്കുന്ന ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 3x പ്ലസ് 2y ഈക്വൽ ടു 11. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ തന്നിരിക്കുന്ന കർവിൽ x ഈക്വൽ ടു 3 എന്ന് പറയുന്ന പോയിന്റിൽ വരയ്ക്കുന്ന ടാൻജന്റിന്റെ ഇക്വേഷൻ എത്ര ആയിരിക്കും? 3x പ്ലസ് 2y ഈക്വൽ ടു 11. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ, നമ്മൾ ഹയർ സെക്കൻഡറിയിലെ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ, ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് ഇത്രയും സമയമൊന്നും നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് വേണ്ട. നമുക്ക് മെത്തേഡും കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാൾക്ക് പെട്ടെന്ന് തന്നെ അതിന് എന്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും? ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ സൈമിൾട്ടേനിയസ് ത്രോ ഓഫ് 2 coins ദി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 ഹെഡ്. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അടുത്തായിട്ട് ചോദിച്ചേക്കുന്നത്. അതായത് ഒരു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് ഒരു കോയിൻ 2 തവണ എന്ത് ചെയ്യുക? സൈമിൾട്ടേനിയസ് ത്രോ ഓഫ് 2 coin, 2 കോയിൻസിനെ ഞാൻ ഒരേ സമയം എന്ത് ചെയ്യുക? ടോസ് ചെയ്യുക. അപ്പോൾ 2 കോയിനെ ഞാൻ ഒരേ സമയം ടോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടുകൾ എന്തൊക്കെയായിരിക്കും? അതായത് അവരുടെ സാമ്പിൾ സ്പേസ് എന്തൊക്കെയായിരിക്കും? നമ്മൾ അതിനെ സാമ്പിൾ സ്പേസ് എന്നാണ് നമ്മൾ തിയററ്റിക്കലി അതിനെ പറയുന്നത്. അതായത് നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ള പോസിബിൾ ആയിട്ടുള്ള എല്ലാ ഔട്ട്കംസിൻ്റെയും കളക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സാമ്പിൾ സ്പേസ്. സാമ്പിൾ സ്പേസിനെ ഡിനോട്ട് ചെയ്യുന്ന ക്യാപിറ്റൽ S എന്ന് പറയുന്ന സിമ്പിൾ തൊട്ടാ. അപ്പോൾ ആ എസിൻ്റെ വാല്യൂ എന്തായിരിക്കും? HH. 2 ഹെഡ് വരാം. ഓക്കെ, ആദ്യത്തെ ഹെഡും രണ്ടാമത്തെ ടെയിലും വരാം. ആദ്യത്തെ ടെയിലും രണ്ടാമത്തെ ഹെഡും വരാം. രണ്ടും എന്ത് വരാം? ടെയിൽ വരാം. അപ്പോൾ ഈ 4 പോസിബിലിറ്റി അല്ലേ ഉള്ള. അതായത് രണ്ട് കോയിൻസിനെ ഞാൻ ഒരേ സമയം ടോസ് ചെയ്യുമ്പോൾ എനിക്ക് വരാൻ ചാൻസ് ഉള്ള റിസൾട്ടുകൾ ഏതൊക്കെയാണ്? HH, ഹെഡ് ടെയിൽ, ഹെഡ് ആൻഡ് ടെയിൽ. ഈ 4 പോസിബിലിറ്റിയാണ് അവിടെ ഉള്ളത്. നമ്മളിവിടെ ചോദിച്ചേക്കുന്നത് എന്തുവാ? വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 ഹെഡ്? അറ്റ്ലീസ്റ്റ് 1 ഹെഡ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഹെഡെങ്കിലും വേണം. ഒരു ഹെഡ് എങ്കിലും വേണമെന്ന് പറയുമ്പോൾ എത്ര പോസിബിലിറ്റി ഉണ്ട്? ഒരു ഹെഡെങ്കിലും ഉള്ള എത്ര പോസിബിലിറ്റി ഉണ്ട്? HH ഉണ്ട്,
ആൻഡ് എച്ച് ടി ഉണ്ട് ആൻഡ് ടി എച്ച് ഉണ്ട്. അപ്പോൾ ഈ 3 പോസിബിലിറ്റി അല്ലേ അറ്റ്ലീസ്റ്റ് 1 ഹെഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള. അറ്റ്ലീസ്റ്റ് 1 ഹെഡ് എന്ന് പറഞ്ഞാൽ ഒരു ഹെഡും 2 ഹെഡും, ഇത് രണ്ടും കൂടെ ടുഗദർ കൗണ്ട് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 1 ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എന്ന് പറയുന്ന ഇവന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റുകൾ ആരൊക്കെയാ? എച്ച് എച്ച്, എച്ച് ടി ആൻഡ് ടി എച്ച്. അപ്പോൾ നമ്മളെ കൂടെ ചോദിച്ചേക്കുന്ന പി ഓഫ് ഇ എന്ന് പറയുന്ന ഇവന്റെ പ്രോബിലിറ്റിയാണ് നമുക്ക് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഒരു ഇവന്റിന്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് ആ ഇവന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര എലമെന്റ്സ് ഉണ്ടോ ആ എലമെന്റുകളുടെ എണ്ണത്തെ ടോട്ടൽ സാമ്പിൾ സ്പേസിൽ എത്ര എലമെന്റ്സുകളുണ്ടോ ആ എലമെന്റുകളുടെ എണ്ണം കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഇക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആ 3 എലമെന്റ്, ഇക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 3 എലമെന്റ് ഉണ്ട്. അപ്പോൾ 3നെ എസിനകത്ത് കറസ്പോണ്ടിങ് ആയിട്ട് 4 എലമെന്റ് ഉണ്ട്. അപ്പോൾ ആ 4 കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ഓക്കെ, 3നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ പി ഓഫ് ഈക്വൽ എത്ര എന്ന് കിട്ടും? 3/4 എന്ന് കിട്ടും. 3/4 എന്ന് കിട്ടും. അപ്പോൾ എന്തുവാ കറക്റ്റ് ആൻസർ? 3/4 ആയിരിക്കും എന്തെന്ന് പറയുന്നത്? 3/4 ആയിരിക്കും എന്തെന്ന് പറയുന്നത് അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഓപ്ഷൻ ഡി ആയിരിക്കും എന്ത് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, 3/4 ക്ലിയർ ആണ്. അപ്പോൾ ഇത് പ്രോബിലിറ്റിയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 9 ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ റിസൾട്ട് പ്രോബിലിറ്റി ഓഫ് ആൻ ഇവന്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെന്റ്സ് ഫേവറബിൾ ടു ദി ഇവന്റ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദി സാമ്പിൾ സ്പേസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റിസൾട്ട് അവിടെ ഓർത്ത് വെച്ചേക്കണം. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 10ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഓപ്ഷനിൽ നിന്ന് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്ന ടൈപ്പുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തോ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? ഇഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി ബൈ സി എക്സ് പ്ലസ് ഡി ആൻഡ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എത്ര എന്ന് കിട്ടി? എക്സ്. എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എക്സ് ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന 4 കണ്ടീഷനിൽ ഏത് കണ്ടീഷനാണ് എന്തെന്ന് കണ്ടുപിടിക്കണം? ട്രൂ എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്ന 4 കണ്ടീഷനിൽ ഏതാണ് ഇവിടെ ട്രൂ ആയിട്ട്? അതായത് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എക്സ് ആണെന്നുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന 4 കണ്ടീഷനിൽ ഏതാണ് ട്രൂ എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അത് ഓപ്ഷൻ വഴി ചെക്ക് ചെയ്യുന്നതാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നമുക്ക് ആദ്യമേ എഫ് ഓഫ് എക്സ് തന്നേക്കുന്നത് എന്തോ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി ഡിവൈഡ് ബൈ സി എക്സ് പ്ലസ് ഡി ആണല്ലോ. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് എഴുതാം? എ ഇൻറ്റു എക്സ് വരുന്നിടത്തെല്ലാം നമ്മൾ എഫ് ഓഫ് എക്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ എ ഇൻറ്റു എ എക്സ് പ്ലസ് ബി ഡിവൈഡ് ബൈ സി എക്സ് പ്ലസ് ഡി പ്ലസ് ബി ഓൾ ഡിവൈഡ് ബൈ സി ഇൻറ്റു എ എക്സ് പ്ലസ് ബി ഡിവൈഡ് ബൈ സി എക്സ് പ്ലസ് ഡി പ്ലസ് എന്ത്? ഡി. ഈ ഫോമിലേക്ക് നമുക്ക് അതിനെ റീറൈറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ LCM എടുത്ത് നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് എ സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് എ ബി പ്ലസ് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബി സി ഇൻറ്റു എക്സ് പ്ലസ് ബി ഡി പ്ലസ് ബി ഡി എന്ന് കിട്ടും. ഈ സി എക്സ് പ്ലസ് ഡിയും ഈ സി എക്സ് പ്ലസ് ഡിയും ക്യാൻസൽ ആയിപ്പോൾ ഓൾ ഡിവൈഡഡ് ബൈ നമുക്ക് എന്തെന്ന് കിട്ടും? എ സി ഇൻറ്റു എക്സ് പ്ലസ് ബി സി പ്ലസ് ഇവിടെ ക്രോസ് ചെയ്യുമ്പോൾ സി ഡി ഇൻറ്റു എക്സ് പ്ലസ് ഡി സ്ക്വയർ എന്ന് കിട്ടത്തില്ലേ? അപ്പോൾ ഈ തന്നിരിക്കുന്ന ഫോമിലേക്ക് നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും? സിംപ്ലിഫൈ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ കറസ്പോണ്ടിങ് ടേമുകളെ നമ്മൾ കോമ എടുക്കുന്ന സമയത്ത് എക്സിനെ കോമ എടുക്കുമ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സി ഇൻറ്റു എക്സ് പ്ലസ് എ ബി പ്ലസ് ബി ഡി ഓൾ ഡിവൈഡഡ് ബൈ ഈ 2 ടേമിൽ എക്സ് കോമ എടുക്കുമ്പോൾ എ സി പ്ലസ് സി ഡി ഇൻറ്റു എക്സ് പ്ലസ് ബി സി പ്ലസ് ഡി സ്ക്വയർ. അപ്പോൾ ഈ ഫോമിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ആ തന്നിരിക്കുന്ന എക്സ്പ്രഷനെ ഈ തന്നിരിക്കുന്ന ഫോമിലേക്ക് നമുക്ക് റീറൈറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താകണമെന്നാണ് പറഞ്ഞേക്കുന്നത്? ഇതിൻ്റെ വാല്യൂ എക്സ് ആകണം. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ്റെ വാല്യൂ എന്ത് വരണം? എക്സ് വരണം. അപ്പോൾ ആ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ്റെ വാല്യൂ എക്സ് വരത്തക്ക രീതിക്ക് ഇതിനെ എങ്ങനെ റീറൈറ്റ് ചെയ്യാമെന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ ഓപ്ഷൻ ഒന്ന് നോക്കുമ്പോൾ നോക്കി ഇതിൻ്റെ വാല്യൂ എക്സ് വരണമെന്നുണ്ടെങ്കിൽ എ സ്ക്വയർ പ്ലസ് ബി സി എന്ത് വരണം? എ സ്ക്വയർ പ്ലസ് ബി സി 1 വരണം. ഓക്കെ, എ സ്ക്വയർ പ്ലസ് ബി സി 1 വരണം. ബാക്കി എല്ലാ ടേമും എന്തായി പോകണം? ക്യാൻസൽ ആയി പോകണം. ഓക്കെ, അപ്പോൾ ആ രീതിക്ക് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്ത് നോക്കണം? ഡിക്ക് പകരം എ കൊടുക്കണം, ഡിക്ക് പകരം -a കൊടുക്കണം, അല്ലെങ്കിൽ എ ബിയും ബിയും സിയും ഡിയും 1 കൊടുക്കണം. ആ രീതിക്ക് നമ്മൾ ഓരോന്നും കൊടുത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതാണ് എന്ത് കിട്ടുന്നതെന്ന് നോക്കണം. എക്സ് എന്ന് പറയുന്ന വാല്യൂ കിട്ടുന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്ത് നോക്കണം? ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ആ രീതിക്ക് നമ്മൾ നോക്കുമ്പോൾ ഞാൻ ഡിക്ക് പകരം -a കൊടുക്കുമ്പോൾ ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷനിൽ ഡിക്ക് പകരം -a കൊടുക്കുമ്പോൾ ഡി വരുന്നിടത്തെല്ലാം ഞാൻ എന്ത് കൊടുക്കാൻ പോവുക? -a കൊടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? എ സ്ക്വയർ പ്ലസ് ബി സിക്ക് മാറ്റമൊന്നുമില്ല. ഓക്കെ, ഇൻറ്റു എക്സ്
പ്ലസ് ഡി വരുന്നിടത്തെല്ലാം മൈനസ് എ കൊടുക്കുക. അപ്പോൾ ഡിക്ക് പകരം മൈനസ് എ കൊടുക്കുമ്പോൾ എ ബി മൈനസ് എ ബി, എ ബി മൈനസ് എ ബി എന്തായി പോവും? 0 ആയി പോവും. ഓൾ ഡിവൈഡ് ബൈ ഇവിടെയും നോക്കിയേ, ഡി വരുന്നിടത്ത് മൈനസ് എ കൊടുക്കുമ്പോൾ എ സി മൈനസ് എ സി, എ സി മൈനസ് എ സി അതും എന്തായി പോവും? 0 ആയി പോവും. പ്ലസ് ബി സി പ്ലസ് ഡിക്ക് പകരം മൈനസ് എ കൊടുക്കുമ്പോൾ മൈനസ് എയുടെ സ്ക്വയർ അതും എന്തായിട്ട് മാറും? ബി സി പ്ലസ് എ സ്ക്വയർ ആയിട്ട് മാറും. അപ്പോൾ ഈ ബി സി പ്ലസ് എ സ്ക്വയറും ഈ ബി സി പ്ലസ് എ സ്ക്വയറും എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. അത് രണ്ടും കൂടെ ക്യാൻസൽ ആയി പോയി ബാക്കി ആര് മാത്രം കിട്ടും? എക്സ് മാത്രം കിട്ടും. അപ്പോൾ ഈ തന്നിരിക്കുന്ന കണ്ടീഷൻ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ഡിയുടെ വാല്യൂ എന്തിന് ഈക്വൽ ആയിരിക്കണം? മൈനസ് എക്ക് ഈക്വൽ ആയിരിക്കണം. ഡിയുടെ വാല്യൂ മൈനസ് എക്ക് ഈക്വൽ ആവുമ്പോഴാണ് നമുക്ക് ഈ തന്നിരിക്കുന്ന കണ്ടീഷൻ എന്ത് ചെയ്യുന്നത്? സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓപ്ഷൻ വഴി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ ഒരു അപ്രോച്ചിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ട? ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ചൊരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് അത്യാവശ്യം സ്കില്ലും ആ ഒരു സോൾവിങ് എബിലിറ്റിയൊക്കെ ഉള്ളവർക്ക് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഇത്ര സിമ്പിളായിട്ട് അതിനെ സോൾവ് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ 10 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ക്വസ്റ്റ്യൻ നമ്പർ 11 പറഞ്ഞേക്കുന്നത് എന്തുവാ? ലോഗ് എ ടു ദി ബേസ് എ ബി എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ലോഗ് ബി ടു ദി ബേസ് എ ബിയുടെ വാല്യൂ എത്രയാണെന്ന് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ലോഗ് എ ടു ദി ബേസ് എ ബി എന്ന് പറയുന്നത് എക്സാ. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ലോഗിൻ്റെ റിസൾട്ടായിട്ട് ഓർത്ത് വെച്ചേക്കേണ്ടത് ലോഗ് എ ടു ദി ബേസ് ബിയുടെ വാല്യൂ എക്സ് ആണെന്നുണ്ടെങ്കിൽ, ലോഗ് എ ടു ദി ബേസ് ബിയുടെ വാല്യൂ എക്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. എ റൈസ് ടു എക്സ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബി കിട്ടും. ഓക്കെ, ലോഗ് എ ടു ദി ബേസ് ബിയുടെ വാല്യൂ എക്സ് ആണെങ്കിൽ എ റൈസ് ടു എക്സ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? ബി. എ റൈസ് ടു എക്സിനെ നമുക്ക് എന്തെന്ന് എഴുതാം? ബി എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതാണ് ലോഗിൻ്റെ റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു റൂളാണ് നമ്മളിവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്? അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ലോഗ് എ ടു ദി ബേസ് എ ബി എന്ന് പറയുന്നത് എക്സ് ആണ് തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് എ റൈസ് ടു എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്തെന്ന് എഴുതാം? എ ബി എന്ന് എഴുതാം. എ റൈസ് ടു എക്സിൻ്റെ വാല്യൂ എന്തെന്ന് എഴുതാം? എ ബി. അപ്പോൾ ഈ റൂൾ അനുസരിച്ച്, ഈ തന്നിരിക്കുന്ന റൂൾ അനുസരിച്ച് നമുക്ക് എ റൈസ് ടു എക്സിൻ്റെ വാല്യൂ നമുക്ക് എ ബി എന്ന് എഴുതാം. അപ്പോൾ എ കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ എ റൈസ് ടു എക്സ് ബൈ എ എന്നുള്ളത് നമുക്ക് ബി എന്ന് എഴുതാം. അപ്പോൾ ഈ എ അങ്ങ് മുകളിൽ പോകുമ്പോൾ എ റൈസ് ടു എക്സ് ഇൻറ്റു എ റൈസ് ടു -1 ഈക്വൽ ടു ബി എന്ന് എഴുതാം. ദാറ്റ് മീൻസ് എ റൈസ് ടു എക്സ് -1 ഈക്വൽ ടു നമുക്ക് ബി എന്ന് എഴുതാം. അതായത് എ റൈസ് ടു എക്സ് -1 ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ബി എന്ന് പറയുന്നത്. അതായത് എയുടെ വാല്യൂവിനെ നമുക്ക് x-1 റൂട്ട് ഓഫ് എന്തെന്ന് വിളിക്കാം? ബി എന്ന് വിളിക്കാം. ഓക്കെ, അതായത് ബി റൈസ് ടു 1/x-1. നമ്മൾ എക്സ്പോണൻറ്റിൻ്റെയും ലോഗരിതത്തിൻ്റെയും കൂടെ റൂൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എ റൈസ് ടു x-1 ഈക്വൽ ടു ബി ആണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലോ, എ സ്ക്വയർ ഈക്വൽ ടു ബി ആണെന്നുണ്ടെങ്കിൽ എയുടെ വാല്യൂ സ്ക്വയർ റൂട്ട് ഓഫ് എന്തായിരിക്കും? ബി ആയിരിക്കും. ഓക്കെ, എ സ്ക്വയറിൻ്റെ വാല്യൂ ബി ആണെങ്കിൽ എയുടെ വാല്യൂ സ്ക്വയർ റൂട്ട് ഓഫ് ബി ആയിരിക്കും. അത് കണക്ക് എ ക്യൂബ് ഈക്വൽ ടു ബി ആണെങ്കിൽ എയുടെ വാല്യൂ ക്യൂബ് റൂട്ട് ഓഫ് എന്തുമായിരിക്കും? ബി ആയിരിക്കും. ഓക്കെ, ജനറലി പറയുവാണെങ്കിൽ എ റൈസ് ടു എന്നിൻ്റെ വാല്യൂ ബി ആണെങ്കിൽ എയുടെ വാല്യൂ എന്ത് റൂട്ട് ഓഫ് എന്തുമായിരിക്കും? ബി ആയിരിക്കും. അപ്പോൾ ആ റിസൾട്ട് അനുസരിച്ച് എ റൈസ് ടു x-1ൻ്റെ വാല്യൂ ബി ആണെന്നുണ്ടെങ്കിൽ എയുടെ വാല്യൂ x-1 റൂട്ട് ഓഫ് എന്തുമായിരിക്കും? ബി ആയിരിക്കും. x-1 റൂട്ടിനെ നമ്മൾ എന്തെന്ന് എഴുതുന്നത്? ബി റൈസ് ടു 1/x-1 എന്ന് എഴുതുന്നത്. അപ്പോൾ ഇത് നമ്മൾ കണ്ടുപിടിച്ച് അവിടെ വെച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്തുവാ? ലോഗ് ബി ടു ദി ബേസ് എ ബി അല്ലേ കണ്ടുപിടിക്കേണ്ടത്? ഓക്കെ, അതായത് ലോഗ് ബി ടു ദി ബേസ് എ ബി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ലോഗ് ബി ടു ദി ബേസ് എ ബി കണ്ടുപിടിക്കാൻ വേണ്ടി ഞാനൊരു കാര്യം ചെയ്യുക. ഇവിടെ നമുക്ക് കിട്ടിയേക്കുന്നത് എന്തുവാ? എ ഈക്വൽ ടു ബി റൈസ് ടു 1/x-1 കിട്ടിയേക്കുന്നത്. ഞാൻ രണ്ട് സൈഡിലും എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? ഒരു ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം എ ബി ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? ബി റൈസ് ടു 1/x-1 ഇൻറ്റു ബി റൈസ് ടു 1 എന്ന് എഴുതാമല്ലോ. ഓക്കെ, അപ്പോൾ രണ്ട് സൈഡിലും ഞാനൊരു ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എ ബി ഈക്വൽ ടു ബി റൈസ് ടു 1/x-1 ഇൻറ്റു ബി റൈസ് ടു 1 എന്ന് എഴുതാം. അപ്പോൾ ഇതിനെ നമുക്ക് ബി റൈസ് ടു 1/x, എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ, എ റൈസ് ടു എം പ്ലസ് എൻ. അപ്പോൾ ബി റൈസ് ടു 1/x-1 ഇൻറ്റു ബി റൈസ് ടു 1 എന്ന് പറയുന്നത് 1/x-1 പ്ലസ് 1 എന്ന് എഴുതാമല്ലോ. 1/x-1 പ്ലസ് 1നെ നമുക്ക് എന്ത് ചെയ്യാം? 1/x-1 പ്ലസ് 1 എന്നുള്ളത് നമുക്ക് x-1 അപ്പോൺ 1 പ്ലസ് x-1, 1ഉം -1ഉം ക്യാൻസൽ ആയിപ്പോൾ അപ്പോൾ എത്ര എന്ന് കിട്ടും? x/x-1 എന്ന് കിട്ടും. അതായത് എ ബിയുടെ വാല്യൂ നമുക്ക് എന്തെന്ന് കിട്ടി? എ ബിയുടെ വാല്യൂ ബി റൈസ് ടു x/x-1 എന്ന് കിട്ടി. അതായത് ബി എന്ന് പറയുന്ന ബേസിൻ്റെ
എക്സ് ബൈ എക്സ് മൈനസ് 1 പവർ ആണ് ആരെന്ന് പറയുന്നത് എ ബി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ റിസൾട്ടിനെ നമ്മൾ തിരിച്ച് പറയുമ്പോൾ എ റൈസ് ടു എക്സ് ബി ആണെങ്കിൽ ലോഗ് എ ടു ദി ബേസ് ബി എന്തുമായിരിക്കും, ഇവിടെ വരുന്ന എക്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ റിസൾട്ട് നമ്മളിവിടെ തിരിച്ച് പറയുമ്പോൾ ലോഗ് ബി ടു ദി ബേസ് എ ബി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, എക്സ് ബൈ എക്സ് മൈനസ് 1 ഈക്വൽ ആയിരിക്കും. എക്സ് ബൈ എക്സ് മൈനസ് 1 ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഏതായിരിക്കും നമ്മളെ കറക്റ്റ് ആൻസർ, എക്സ് ബൈ എക്സ് മൈനസ് 1 എന്നുള്ളതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബേസ് ലോഗരിതത്തിൻ്റെ ബേസിൻ്റെ ബേസ് ചേഞ്ച് എന്ന് പറയുന്നൊരു റിസൾട്ട് നമുക്ക് ലോഗരിതത്തിൻ്റെ കേസിലുണ്ട്. അപ്പോൾ ആ റിസൾട്ട് നമ്മൾ അപ്ലൈ ചെയ്താണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെച്ചേക്കേണ്ട കാര്യം, ലോഗ് എ ടു ദി ബേസ് ബി ബിയുടെ വാല്യൂ എക്സ് ആണെന്നുണ്ടെങ്കിൽ എ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും, ബി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ലോഗരിതം എന്ന് പറയുന്ന റിസൾട്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ലോഗരിതം, നമ്മുടെ ജിയോമെട്രിക് പ്രോഗ്രഷൻ, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, പിന്നെ സ്ട്രെയിറ്റ് ലൈൻസ്, കോണിക് സെക്ഷൻ, ഇതൊക്കെയാണ് ഈ ഒരു എക്സാമിന് നമ്മൾ മാത്തമാറ്റിക്സിൽ നിന്ന് ഇൻ്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ, അപ്പോൾ അങ്ങനെയുള്ള പ്രോബബിലിറ്റി, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കോറായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട, മനസ്സിലാക്കി വെക്കേണ്ട കോറായിട്ടുള്ള ടോപ്പിക്കുകൾ. ഓക്കെ, അപ്പോൾ 11 ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ആയി. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ നമ്മൾ ഇതിനകത്തുണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 12ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇക്വേഷൻ റെപ്രസെൻ്റ് എ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്നതിനകത്തൊരു ഫംഗ്ഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഏത് എന്ന് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, കണ്ടുപിടിക്കാൻ. ഒരു ഫംഗ്ഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഏതെന്ന് വേണം നമുക്ക് കണ്ടുപിടിക്കാൻ. അപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ എന്തുവാന്നുള്ള കാര്യം നമ്മളൊന്ന് നോക്കിയിട്ട് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരാം. എന്ത് ചെയ്യും, നമ്മൾ എപ്പോഴും ഒരു റിലേഷനെ നമ്മളൊരു ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്, എ റിലേഷൻ ഫ്രം എ സെറ്റ് എ ടു എ സെറ്റ് ബി സെറ്റ് ടു ബി എ ഫംഗ്ഷൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദി ഫോളോയിങ് 2 കണ്ടീഷൻസ് ഹോൾഡ്. അതായത് എ എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് ബി എന്ന് പറയുന്ന സെറ്റിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു റിലേഷനെ നമ്മളൊരു ഫംഗ്ഷൻ എന്ന് വിളിക്കണമെങ്കിൽ 2 കണ്ടീഷൻ ഹോൾഡ് ചെയ്യണം. എന്തൊക്കെയാണ് 2 കണ്ടീഷൻ? ഫസ്റ്റ് വൺ, ഡൊമൈനിലുള്ള എല്ലാ എലമെൻറ്റുകൾക്കും എന്ത് വേണം, ഇമേജ് വേണം. ഓക്കെ, അതായത് ആർ എന്ന് പറയുന്ന റിലേഷൻ എ എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് ബി എന്ന് പറയുന്ന സെറ്റിലേക്കാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്കിൽ ആ റിലേഷൻ ഒരു ഫംഗ്ഷൻ ആകുന്ന എപ്പോഴാണ്, എയിലുള്ള എല്ലാ എലമെൻറ്റുകൾക്കും ബിയിൽ ഇമേജ് വേണം. ഫസ്റ്റ് കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ, എയിലുള്ള ഒരു എലമെൻറ്റിന് ഒരൊറ്റ ഇമേജ് എന്ത് ചെയ്യാൻ പറ്റൂ, വരാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ അതാണ് ഈ രണ്ട് പോയിന്റുകളായിട്ട് പറഞ്ഞേക്കുന്നത്. എന്തൊക്കെയാ, എവരി എലമെന്റ് ഇൻ ദി ഡൊമൈൻ ഹാസ് ആൻ ഇമേജ് ഇൻ ദി കോഡൊമൈൻ. സെക്കൻഡ് വൺ, ആൻ എലമെന്റ് ഇൻ ദി ഡൊമൈൻ ഹാസ് എ യുണീക്ക് ഇമേജ് ഇൻ ബി. ഓക്കെ, അപ്പോൾ ഒരു എലമെന്റ് ഒരൊറ്റ ഇമേജ് മാത്രമേ ഇവിടെ വരാൻ പറ്റൂ, കോഡൊമൈനിൽ വരാനായിട്ട് പറ്റൂ. അപ്പോൾ ഈ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന റിലേഷനുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് എന്തുവാ, ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് 4 ഓപ്ഷൻസ് ഉണ്ട്. ഈ 4 ഓപ്ഷനിൽ നമുക്ക് ഏതൊക്കെയാണ് അവിടെ ഫംഗ്ഷൻ, ഇതിലേതാണ് ഫംഗ്ഷൻ ആകുന്നതെന്നാണ് എന്ത് ചെയ്തേക്കുന്നത്, ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും, മോഡ് എക്സ് പ്ലസ് മോഡ് വൈ ഈക്വൽ ടു. അതൊരു യുണീക്ക് വാല്യൂസിനാണോ ഇക്വേഷൻ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്നത്? അല്ല. കാര്യം നമുക്ക് ഇവിടെ വൈക്ക് പകരം -2 കൊടുത്താലും വൈക്ക് പകരം 2 കൊടുത്താലും എക്സിന് നമ്മൾ 0 ഫിക്സ് ചെയ്യുക. എക്സിൻ്റെ വാല്യൂ നമ്മൾ 0 ഫിക്സ് ചെയ്യുമ്പോൾ വൈക്ക് -2 കൊടുത്താലും വൈക്ക് 2 കൊടുത്താലും നമുക്ക് അതിൻ്റെ ആൻസർ എത്ര എന്ന് കിട്ടും, 2 എന്ന് കിട്ടും. ഓക്കെ, മോഡ് 0 പ്ലസ് മോഡുലസ് ഓഫ് -2 2 തന്നെ. അത് മോഡ് 0 പ്ലസ് മോഡുലസ് ഓഫ് 2 എന്ത് തന്നെ, 2 തന്നെ. ഓക്കെ, അപ്പോൾ 2 ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റിലേക്ക് എന്തെന്ന് കിട്ടി, സെയിം ഇമേജ് എന്ന് കിട്ടി. അപ്പോൾ 2 ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റിലേക്ക് സെയിം ഇമേജ് ആണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഒരു എലമെൻറ്റ് ഒന്നിൽ കൂടുതൽ എന്തുണ്ട്, ഇമേജുകളുണ്ട്. അപ്പോൾ ആ കേസിൽ നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റത്തില്ല, ഫംഗ്ഷൻ ആണെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ മോഡുലസ് ടേം വൈക്ക് വരുന്ന ഓപ്ഷനുകളെല്ലാം ആ രീതിക്ക് നമുക്ക് ഓപ്ഷൻ വരുന്നുണ്ട് എങ്കിൽ അതൊരിക്കലും എന്താവത്തില്ല, ഫംഗ്ഷൻ ആവത്തില്ല. എക്സിന്, അപ്പോൾ ഇവിടെ ഓർത്ത് വെച്ചേക്കാൻ റിസൾട്ട് ഇത്രയേ ഉള്ളൂ. എക്സിൻ്റെ കേസിൽ മോഡുലസ് വരാം, അത് നമുക്ക് കുഴപ്പമില്ല. വൈ, നമുക്ക് എപ്പോഴും ഒരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളും കാണും, ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും കാണും. അപ്പോൾ വൈ ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് വിളിക്കുന്നത്. എക്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ കേസിൽ മോഡുലസ് വരുവാണ് എങ്കിൽ അതൊരിക്കലും നമുക്ക് എന്തെന്ന് പറയാൻ പറ്റത്തില്ല, ഫംഗ്ഷൻ ആണെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ആ രീതിക്കുള്ള ഓപ്ഷൻസ് ഇവിടെ ഏതൊക്കെയുള്ള, വൈക്ക് മോഡുലസ് വന്നിട്ടുണ്ട്. ഇവിടെയും എക്സ് പ്ലസ് വൈ എന്ന് പറയുമ്പോൾ അകത്ത് വൈ വരുന്നുണ്ട്, അപ്പോൾ അതിനെന്ത് വരുന്നുണ്ട്, മോഡുലസ് വരുന്നുണ്ട്. ഇവിടെയും വൈക്ക് എന്ത് വരുന്നുണ്ട്, മോഡുലസ് വരുന്നുണ്ട്. അപ്പോൾ ആ 3 കേസിലും നമുക്ക് എന്ത് കാണും, ഒരു എലമെൻറ്റിന് തന്നെ ഒന്നിൽ കൂടുതൽ എന്ത് കാണും, ഇമേജ് കാണും. അപ്പോൾ ആ 3 കേസിൽ നമുക്ക് ഫംഗ്ഷൻ ആണെന്ന് പറയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ ആകുന്ന ഇവിടെ ഏത് മാത്രമേ ഉള്ളൂ, ഓപ്ഷൻ ഡി മാത്രമേ എന്തുള്ളൂ, ഫംഗ്ഷൻ ആവുന്നത് ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ആയിരിക്കും എന്തെന്ന് പറയുന്നത്, കറക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആ ഒരു സീരീസിലെ ക്വസ്റ്റ്യൻ. 12 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ സെലക്ട് ചെയ്ത്. അപ്പോൾ ആ ഒരു 12 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഹയർ സെക്കൻഡറി ലെവലിൽ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. അപ്പോൾ ആ ഒരു ഹയർ സെക്കൻഡറി ലെവലിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ നോക്കുക,
ഈ ഒരു ടോപ്പിക്കുകൾ നല്ല രീതിക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.